തെരഞ്ഞെടുപ്പ് അവലോകനവും മദ്യനയവുമായിരുന്നു ഏകോപന സമിതിയുടെ അജണ്ട. എന്നാൽ സമയക്കുറവ് കാരണം മദ്യനയം ചർച്ച ചെയ്തില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ യോഗത്തിന് ശേഷം പറഞ്ഞു. ഇന്ന് നടക്കേണ്ട ചർച്ച 23-ാം തീയതി രാവിലെ 11 മണിക്ക് അത് മാറ്റിയിരിക്കുകയാണ്. അന്ന് ചേരുന്ന UDF യോഗത്തിന് മുമ്പായി പാർട്ടി സർക്കാർ ഏകോപന സമിതി ചർച്ച നടത്തി പൊതുവായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരും. നാളെ നടക്കുന്ന KPCC നിർവാഹക സമിതി യോഗത്തിൽ പാർട്ടിയിൽ നിന്നുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് ധാരണയായത്. നിലവാരമില്ലാത്ത 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാമെന്നാണ് എക്സൈസ് വകുപ്പിന്റെ നിലപാട്. എന്നാൽ VM സുധീരൻ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇതിൽ ശക്തമായ എതിർപ്പുണ്ട്. വിശദമായ ചർച്ച വേണമെന്നതിനാലാണ് വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. 23-ലെ ഏകോപന സമിതിയിൽ പാർട്ടിയുടെ നയവും UDF യോഗത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നയവും തീരുമാനിക്കാനാണ് ധാരണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 15 സീറ്റ് ലഭിക്കുമെന്ന വിലയിരുത്തലാണ് ഏകോപന സമിതിയിലുണ്ടായത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. UDFന് ലഭിക്കേണ്ട വോട്ടുകളും BJPക്ക് പോയിട്ടുണ്ടെന്നും യോഗം വിലയിരുത്തി. ട്രഷറികളിൽ നിന്ന് പിൻവലിച്ച വിവിധ വകുപ്പുകളുടെ നിക്ഷേപങ്ങൾ തിരികെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം സർക്കാർ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം ട്രഷറിയുടെ ദുർബലാവസ്ഥയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യം ഏകോപന സമിതിയിൽ ചർച്ചയ്ക്ക് വന്നത്. മീഡിയ 1 തിരുവനന്തപുരം.